ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് കണ്ടാലോ. കുറച്ച് പേപ്പർ സ്റ്റാർസ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 4 ടൈപ്പ് ഓഫ് പേപ്പർ സ്റ്റാർസ് ഉണ്ട്. ഇതിൽ ഈ റെഡ് കളറിൽ കാണുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയിട്ട് കണ്ടു നോക്കൂ. അപ്പോൾ ഫസ്റ്റത്തെ ടൈപ്പ് ഓഫ് സ്റ്റാർസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് 2 സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പേഴ്സ് എടുക്കാം. ഏതെങ്കിലും കളർ പേപ്പറോ ചാർട്ട് പേപ്പറോ എടുത്താൽ മതി. ഞാനിവിടെ സാധാ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഹാഫായിട്ടും ഡയഗണലി ആയിട്ടും മടക്കി കൊടുക്കാം. 2 സൈഡിലും ഡയഗണലായിട്ടും ഹാഫായിട്ടും മടക്കി കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ 4 സൈഡിലും ഒരു പകുതി വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ലൈൻസ് കാണുന്നുണ്ടല്ലോ, അവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. പറയുന്നതിനേക്കാട്ടിലും നന്നായിട്ട് കാണുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ആക്ച്വലി ഈ ചെയ്യാൻ പോകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഈസി ഉള്ളത് ശരിക്കും ഇതാണ്. അപ്പം 4 ഭാഗവും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൾറെഡി ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ടുണ്ടല്ലോ, അത് ഒരു സൈഡ് മറ്റേ സൈഡിൻ്റെ മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണം. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ആ 4 സൈഡും ഇതേപോലെ ഒട്ടിക്കുക. ഒന്നിൻ്റെ മേലോട്ട് ഒന്ന് വരുന്ന രീതിയിൽ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ 2 പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടാമത്തെ പേപ്പറും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ 2 ഭാഗവും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ കാണുന്ന രീതിയിൽ പശ വെച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. ആക്ച്വലി ഇത്രയധികം പശ തേക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ഒരു രീതിയിലല്ല വേണ്ടത്, എന്നാലും ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ അവിടെ ഇത് നമുക്ക് തൂക്കിയിടാൻ പോലുള്ള ഒരു സ്ട്രിങ് അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കായിരുന്നു. ഞാനത് ചെയ്യാൻ മറന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് വണ്ണും വളരെ ഈസിയാണ്. ഇതേപോലെ ഒരു എന്താ പറയുക, പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ സിഗ്സാഗായിട്ട് മടക്കുക. ആക്ച്വലി പേപ്പറിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലും വിഡ്ത്ത് കുറവായിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്നാലും നമുക്ക് ആ റൗണ്ട് ഫുള്ളും കിട്ടുള്ളൂ. ഞാൻ ആക്ച്വലി ഇത് എനിക്ക് കുറച്ച് എന്താ പറയുക വിഡ്ത്ത് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ആണ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ നമുക്കൊരു ഫുൾ A4 സൈസിലുള്ള പേപ്പറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ മടക്കിയെടുത്തതിന് ശേഷം നടുമടക്കുക. എന്നിട്ട് അവിടെ ഒരു എന്തെങ്കിലും സ്ട്രിങ് എടുത്തിട്ട് കെട്ടി കൊടുക്കുക. അതൊന്ന് സെക്യൂർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലൊരു പേപ്പർ ഇതേപോലത്തെ കാണുന്നില്ലേ, അത് ഞാൻ ഫസ്റ്റ് ഈ സ്റ്റാർ ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് ഫുള്ളായിട്ട് അതിങ്ങനെ വന്നില്ല, അങ്ങനെ കൊളായി പോയതാ ഒരു സ്റ്റാറാണത്. നമ്മളിത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാറിൻ്റെ ആ ഒരു ഡയഗണൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം എന്നാലും എനിക്ക് ആ ഒരു കറക്റ്റ് സ്റ്റാർ ഷേപ്പിൽ വന്നുള്ളൂ. കാരണം റേഡിയസ് കൂടുമ്പോൾ ഫുള്ളായിട്ട് വരുന്നില്ലായിരുന്നു. എന്നിട്ട് ഈ ഒരു ഇതിൽ കാണുന്ന പോലെ സൈഡുകൾ ഒട്ടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഓപ്പൺ ആയിട്ടിരിക്കുന്ന 2 സൈഡും ഒരു ഗ്ലൂ വെച്ചിട്ട് അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ രണ്ടാമത്തെ സ്റ്റാറും റെഡി ആവണം. എനിക്കിത് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് കുറച്ച് മടങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് വിടർത്തെടുത്ത് ഇതായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു, എനിക്ക് തോന്നുന്നത് ഇത് വളരെ എളുപ്പമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു സ്റ്റാറാണ്. നമ്മൾ 3rd സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 9x9 സെൻറ്റിമീറ്ററിലുള്ള 5 പീസ് ഓഫ് പേപ്പേഴ്സാണ് ഫസ്റ്റ് എടുത്തത്. പക്ഷേ എനിക്ക് 5 കൊണ്ട് മതിയായില്ല. അപ്പം ഫസ്റ്റിന് നമ്മളൊരു 6 പേപ്പേഴ്സ് 9x9 സെൻറ്റിമീറ്റർ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് 2 സൈഡിലും എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 സെൻറ്റിമീറ്ററിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ 2.5 സെൻറ്റിമീറ്റർ 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക.
അപ്പോൾ ഒരു സൈഡ് മറ്റേ സൈഡിന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് വരിക. നടുവിലൊരു 4 സെൻറ്റിമീറ്റർ ഉണ്ടാവുമല്ലോ, അങ്ങനെ. എന്നിട്ട് ആ ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഗ്ലൂ കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ളൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് കിട്ടും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 സൈഡിലും 0.5 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡിലോട്ടും മടക്കിയിട്ട് അത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല, അതിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഒന്ന് ചെയ്തു നോക്കും. വീഡിയോയിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഷേപ്പിലോട്ട് വരണം, ആ രീതിയിലാണ് നമുക്ക് മടക്കിയെടുക്കേണ്ടത്. എന്നാൽ ലാസ്റ്റ് ഇത് ഷേപ്പൊക്കെ വരച്ച് വെട്ടുമ്പോൾ കുറച്ച് ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ വരുന്ന പോലെ ഇത് മടക്കുക. അപ്പോൾ 3 ലൈൻ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മടക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ എക്സാക്റ്റ് നടുവിൽ വെച്ച് നമുക്കൊന്ന് മടക്കാം. എന്നിട്ട് അവിടെ എന്തെങ്കിലും പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ മടക്കി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പാറ്റേണിൽ നമുക്കിത് വരച്ചെടുക്കാം. ഏത് ഭാഗത്താണ് വരയ്ക്കുന്നതെന്നൊന്ന് ശരിക്കും നോക്കിക്കോളൂ കേട്ടോ. മടക്കുള്ള ഭാഗം താഴത്തോട്ട് വരുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ആ ഷേപ്പിൽ വെട്ടിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള 5 പേപ്പറും കൂടി നമുക്ക് ഇതേപോലെ വെട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഉള്ള സ്റ്റെപ്പ് വളരെ ഈസിയാണ്. എല്ലാതിൻ്റെയും ഓരോ സൈഡിൽ ഗ്ലൂ വെച്ചിട്ട് 2 എണ്ണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ 6 എണ്ണം കൂടി ഒപ്പം ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വിടർത്തി നോക്കാം. അപ്പം നമുക്ക് നല്ലൊരു പാറ്റേണിലുള്ള സ്റ്റാർ കിട്ടും. അതിനുശേഷം നമ്മൾ ആ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഒട്ടിച്ചു കൊടുക്കാത്ത ഭാഗം, ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും കുറച്ച് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് 5 എണ്ണം വെച്ചാണ് ചെയ്തത്. അപ്പോൾ അത് ശരിക്കും തികഞ്ഞില്ല. അപ്പോൾ ഞാൻ 6ാമതൊരു പെറ്റിലും കൂടി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ആ പീസ് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് അവിടെ സെറ്റായിട്ട് വന്നു എനിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർസ് ഉണ്ടാക്കാൻ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.